ജീവിതം മുന്നോട്ട് മാത്രമേ ജീവിക്കാൻ കഴിയൂ, പിന്നോട്ട് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ എന്നൊരു ചൊല്ലുണ്ട്. അങ്ങനെ പിന്നോട്ട് നോക്കിയാൽ അതിശയകരമായ ബിസിനസ് ജീവിതത്തിന്റെ കഥയാണ് ബ്രിജ് മോഹൻലാൽ മുഞ്ചൽ എന്ന ഹീറോ ഗ്രൂപ്പിന്റെ അമരക്കാരന്റെ കഥ. അത്ര പഴയതല്ലാത്ത ഒരു സംഭവത്തിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. വർഷം 1998. മുംബൈയിലെ മാഹിമിലുള്ള ഒരു ഹീറോ ഹോണ്ട ഡീലർഷിപ്പ് ഓഫീസ്. ഒരു പതിവ് ദിവസം. ബൈക്ക് വാങ്ങുന്നതിനും ബൈക്കിനെ കുറിച്ച് അറിയുന്നതിനും എത്തിയിരിക്കുന്ന നിരവധി ആളുകൾ. അതിലൊരാൾ, സാധാരണ സന്ദർശകനെ പോലെ എത്തിയിരിക്കുന്ന ആ മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാണ കമ്പനിയായ ഹീറോ മോട്ടോഴ്സ് എന്ന കോർപ്പറേറ്റ് കമ്പനിയുടെ ചെയർമാൻ ബ്രിജ് മോഹൻലാൽ മുഞ്ചലായിരുന്നു. മുൻകൂർ അറിയിപ്പുകളൊന്നുമില്ലാതെ അദ്ദേഹം ഷോറൂം സന്ദർശിക്കാനെത്തി. ഷോറൂമിന്റെ ഭിത്തിയിൽ അഭിമാനത്തോടെ പതിച്ചിരിക്കുന്ന ഡീലർഷിപ്പ് ഫോമിലെ ഫോട്ടോയിലെ ഉടമയാണ് ആ VIP സന്ദർശകനെന്ന ഷോറൂം ജീവനക്കാർക്ക് മനസ്സിലായില്ല. മുഞ്ചൽ കുറച്ചു സമയം ഡീലറുമായി സംസാരിച്ചിരുന്നു. ഇറങ്ങുമ്പോൾ ഷോറൂമിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന ഹീറോ ബൈക്കുകളിൽ ഒന്നിൽ പൊടി പിടിച്ചിരിക്കുന്നത് അദ്ദേഹം കണ്ടു. പോക്കറ്റിൽ നിന്നും തുവാലയെടുത്ത് ആ പൊടി തുടച്ചു കളഞ്ഞു. അത്ര കണ്ട് തന്റെ ഉൽപ്പന്നത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ബിസിനസ്സുകാരനായിരുന്നു ബ്രിജ് മോഹൻലാൽ മുഞ്ചൽ. ആ കരുത്തും അർപ്പണവും ആത്മാർത്ഥതയും സ്നേഹവുമാണ് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം കൈമുതലായുള്ള സൈക്കിൾ സ്പെയർ പാർട്സുകൾ ബാഗിലാക്കി ഇന്ത്യയിലാകെ നടന്നു വിറ്റിരുന്ന ഒരു സാധാരണ വിൽപ്പനക്കാരനിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ ബൈക്ക് കമ്പനിയുടെ മുതലാളിയാക്കി വളർത്തിയത്. 90 വയസ്സുള്ളപ്പോഴും ദിവസവും ഓഫീസിലെത്തി മുഴുവൻ സമയവും ജോലിയിൽ മുഴുകിയിരുന്ന മനുഷ്യൻ മരിക്കുന്നതിന് 5 മാസം മാത്രം മുൻപാണ് 62 വയസ്സുള്ള മകന് ബിസിനസ് കൈമാറിയത്. ബ്രിജ് മോഹൻലാൽ മുഞ്ചലിന് ബിസിനസ് ആയിരുന്നു ജീവിതം. ബിസിനസ്സിലേക്ക് അദ്ദേഹം ബന്ധങ്ങളെയും ഡീലർമാരെയും ജീവനക്കാരെയും ചേർത്ത് നിർത്തി. വലിപ്പച്ചെറുപ്പമില്ലാതെ ഓരോ ഡീലർമാരുടെയും പേരെടുത്ത് ജന്മദിനങ്ങളിൽ ആശംസകൾ അറിയിച്ചിരുന്ന ഊഷ്മള സ്നേഹത്തിന്റെ ഉടമ. ബ്രിജ് മോഹൻ മുഞ്ചലിനെ സ്നേഹപൂർവ്വം ജീവനക്കാർ ലാലാജി എന്നാണ് വിളിച്ചിരുന്നത്. സ്നേഹബന്ധങ്ങളിലൂടെ മാത്രം ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത മനുഷ്യനായിരുന്നു ബ്രിജ് മോഹൻലാൽ മുഞ്ചൽ. ബിസിനസ്സിൽ ഹീറോ ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടുന്നത് എതിരാളിയായ ബജാജുമായാണ്. 2001 ബജാജിനെ മറികടന്ന ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായി ഹീറോ. അപ്പോഴും ബജാജിന്റെ ഉടമ രാഹുൽ ബജാജുമായി ബ്രിജ് മോഹൻ അടുത്ത ബന്ധം സൂക്ഷിച്ചു. ബജാജ് ഗ്രൂപ്പ് ചെയർമാൻ രാഹുൽ ബജാജ് ബ്രിജ് മോഹൻലാൽ മുഞ്ചലിനെ ഗുരു എന്നാണ് വിളിച്ചിരുന്നത്. ബ്രിജ് മോഹൻ തന്നെ അവരുടെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ബജാജും ഞാനും എപ്പോഴും സുഹൃത്തുക്കളാണ്. എനിക്കെപ്പോഴും അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. ബിസിനസ് വെറും ബിസിനസ് മാത്രമാണ്. ഉപജീവനത്തിനായി അദ്ദേഹം ഇത് നടത്തുന്നു, ഉപജീവനത്തിനായി ഞാനും ഇത് നടത്തുന്നു. മത്സരാർത്ഥികളായതിനാൽ ഞങ്ങൾ ഇന്നും ശത്രുക്കളായിരിക്കണമെന്ന് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യ വിഭജനത്തിന്റെ കെടുതികളെ ഒന്നിച്ചു നേരിട്ട് വിജയം കൈവരിച്ചൊരു കുടുംബത്തിന്റെ കഥയാണ് ഹീറോയുടെ ചരിത്രം. വിഭജനത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും ഒന്നിൽ നിന്നും പൊരുതി നേടിയ ഹീറോ കമ്പനിയുടെ കഥ. ഹീറോ ഗ്രൂപ്പിന്റെ വിജയം 4 മുഞ്ചൽ സഹോദരന്മാരുടെ കൂട്ടായ്മയുടെയും ദൃഢനിശ്ചയത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും കഥ കൂടിയാണ്. അതിന് ഹീറോ കുടുംബത്തെ മുന്നിൽ നിന്ന് നയിച്ചത് ബ്രിജ് മോഹൻലാൽ മുഞ്ചൽ എന്ന മനുഷ്യനാണ്. 1923 ജൂലൈ 1 ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് സംസ്ഥാനത്തെ കമാലിയിലാണ് ബ്രിജ് മോഹൻലാൽ മുഞ്ചൽ ജനിച്ചത്. പിതാവ് ബഹദൂർ ചന്ദിന് ചെറിയൊരു ധാന്യക്കടയുണ്ടായിരുന്നു. പിന്നീട് അത് പൂട്ടേണ്ടി വന്നു. 20 വയസ്സുള്ളപ്പോൾ ബ്രിജ് മോഹൻ കുടുംബത്തോടൊപ്പം അമൃത്സറിലേക്ക് താമസം മാറി. അവിടെ ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറിയിൽ ഒരു തൊഴിലാളിയായി ജീവിതം തുടങ്ങി. തൊഴിലാളിയായിരുന്നാൽ ജീവിതം മുഴുവൻ കഷ്ടപ്പാടും മാത്രം നിറഞ്ഞതായിരിക്കും. ജീവിതം മെച്ചപ്പെടണമെങ്കിൽ എന്തെങ്കിലും ബിസിനസ് നടത്തിയേ പറ്റൂ. അതിന് ബ്രിജ് മോഹൻ ഒരാശയം കണ്ടെത്തി: സൈക്കിൾ സ്പെയർ പാർട്സുകൾ നിർമ്മിക്കുക. അന്ന് സാധാരണക്കാരന്റെ ഏറ്റവും വലിയ വാഹനമായിരുന്നു സൈക്കിൾ. 1944 ബ്രിജ് മോഹൻ തന്റെ 3 സഹോദരന്മാരായ ഓംപ്രകാശ് മുഞ്ചൽ, ദയാനന്ദ് മുഞ്ചൽ, സത്യാനന്ദ് മുഞ്ചൽ എന്നിവരോടൊപ്പം ഒരു ചെറിയ സൈക്കിൾ സ്പെയർ പാർട്സ് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു. പിന്നീട് ബിസിനസ് പിടിക്കുന്നതിനായി ബാഗ് നിറയെ സ്പെയർ പാർട്സുകളുമായി ഇന്ത്യയിലുടനീളം ബ്രിജ് മോഹൻ യാത്ര നടത്തി. ഒരു ദിവസം ബാംഗ്ലൂരിലാണെങ്കിൽ അടുത്ത ദിവസം തൂത്തുക്കുടി, പിന്നെ നാഗ്പൂർ, അവിടെ നിന്ന് ബോംബെ. ഡീലർമാരെ സാമ്പിൾ കാണിച്ച് ബിസിനസ് പിടിക്കുന്നതിന് വേണ്ടിയായിരുന്നു യാത്ര. ഡീലർമാരിൽ പലരും ബ്രിജ് മോഹനോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കാണിച്ച് ഓർഡർ പിടിക്കും, പിന്നെ നിലവാരമില്ലാത്ത എന്തെങ്കിലും അയച്ചു തരും. ഇതാണ് സ്ഥിരം നടക്കുന്നത്. അതിനാൽ വാങ്ങുന്നതിന് പല ഡീലർമാരും വിമുഖത പ്രകടിപ്പിച്ചു. അവരുടെ വാക്കുകൾ കേട്ട് മുഞ്ചൽ നിരാശനായില്ല.
ഒരു നീണ്ട സംഭാഷണത്തിലൂടെ ഒരു ഓർഡർ മാത്രം നൽകിയാൽ മതി എന്ന് അദ്ദേഹം ഡീലർമാരെ ബോധ്യപ്പെടുത്തി. അത് മോശമാണെങ്കിൽ പിന്നീട് ഒരു ഓർഡറും തരേണ്ടതില്ല. ഓർഡർ എടുത്തു, പറഞ്ഞ സാധനം തന്നെ എത്തിച്ചു കൊടുത്തു. അങ്ങനെ ഡീലർമാരുടെ വിശ്വാസം നേടിയെടുത്തു. ആ വിശ്വാസ്യത നിലനിർത്തി. തുടർന്ന് ആളുകൾ സാമ്പിളുകൾ ചോദിക്കുന്നത് നിർത്തി. നേരിട്ട് ഓർഡറുകൾ നൽകി തുടങ്ങി. ബിസിനസ് അങ്ങനെ ചെറുതായി പച്ചപിടിച്ച് പുരോഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം, അപ്പോഴാണ് എല്ലാം തകർത്തുകൊണ്ട് ഇന്ത്യ വിഭജനം നടക്കുന്നത്. വിഭജനത്തിൽ മുഞ്ചൽ കുടുംബത്തിന് സർവ്വതും നഷ്ടപ്പെട്ടു. ബിസിനസ്സിൽ നേടിയതെല്ലാം ഇട്ടെറിഞ്ഞ് ബ്രിജ് മോഹൻലാൽ മുഞ്ചൽ അമൃത്സറിൽ നിന്ന് കുടുംബവുമായി ലുധിയാനയിലേക്ക് വന്നു. എല്ലാം വീണ്ടും ഒന്നിൽ നിന്നും ആരംഭിച്ചു. സ്പെയർ പാർട്സ് ബിസിനസ് പഴയ ബന്ധങ്ങൾ ഉപയോഗിച്ച് പതുക്കെ മുന്നോട്ട് നടത്തി. അപ്പോഴാണ് സൈക്കിൾ നിർമ്മിക്കുക എന്ന ആശയം ബ്രിജ് മോഹൻ ഉണ്ടാകുന്നത്. 1954 മുഞ്ചൽ സഹോദരന്മാരുമായി ചേർന്ന് സൈക്കിൾ കമ്പനി ആരംഭിച്ചു. മുഞ്ചൽ സഹോദരന്മാർ സൈക്കിൾ നിർമ്മിക്കുന്നു എന്നറിഞ്ഞ് അക്കാലത്തെ പ്രമുഖ സൈക്കിൾ നിർമ്മാതാക്കളായ റാലി, ഹെർക്കുലീസ്, അറ്റ്ലസ് എന്നിവർ മുഞ്ചൽ സഹോദരന്മാരെ പരിഹസിച്ചു. ഇംഗ്ലണ്ടിൽ നിന്ന് സാങ്കേതിക വിദ്യയും ബാങ്കിൽ നിന്ന് വായ്പയും കിട്ടി. ഇനി സൈക്കിളുകൾ നിർമ്മിക്കാമല്ലോ. അവരുടെ പരിഹാസങ്ങളിൽ തളരാതെ സഹോദരന്മാർ മുന്നോട്ട് നീങ്ങി. അടിസ്ഥാന സൗകര്യങ്ങളോ വ്യവസായമോ പണമോ ഇല്ലാത്ത ഇന്ത്യയിൽ വ്യവസായവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി നെഹ്റുവും സംഘവും ശ്രമം ആരംഭിച്ചപ്പോൾ മുഞ്ചലുകൾക്ക് അവരുടെ സൈക്കിൾ ബിസിനസ് കെട്ടിപ്പടുക്കുവാൻ അവസരം കിട്ടി. 1956 പഞ്ചാബ് സർക്കാർ സൈക്കിൾ നിർമ്മിക്കുന്നതിനുള്ള ലൈസൻസ് നൽകി. 1956 ലുധിയാനയിൽ അങ്ങനെ ഹീറോ സൈക്കിൾസ് ലിമിറ്റഡ് ഗ്രൂപ്പ് ഔദ്യോഗികമായി നിലവിൽ വന്നു. സർക്കാർ ലോണും സ്വന്തം മൂലധനത്തിൽ നിന്നും 6 ലക്ഷം രൂപ മുതൽ മുടക്കിലുമാണ് സംരംഭം തുടങ്ങിയത്. ലാർജ് സ്കെയിൽ യൂണിറ്റ് പദവി നേടി ഹീറോ സൈക്കിൾസ് സൈക്കിൾ നിർമ്മാണത്തിലേക്ക് കടന്നു. 6 മാസം പരിഹസിച്ചവരെ ഞെട്ടിച്ചുകൊണ്ട് മുഞ്ചൽ സഹോദരന്മാർ ഹീറോ സൈക്കിളുകൾക്ക് പിറവി കൊടുത്തു. അന്ന് കമ്പനിയുടെ വാർഷിക വരുമാനശേഷി 7500 സൈക്കിളുകളായിരുന്നു. അങ്ങനെ മുഞ്ചലുകളുടെ സ്ഥിരോത്സാഹവും നേതൃത്വവും കമ്പനിയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിച്ചു. 4 സഹോദരന്മാരിൽ ഇളയവനായ ഓംപ്രകാശിന് രാജ്യത്തുടനീളം ഡീലർഷിപ്പുകൾ സ്ഥാപിക്കുന്നതിനുള്ള ചുമതല നൽകി. ബ്രിജ്മോഹൻ ജർമ്മനിയിലേക്കും ഇംഗ്ലണ്ടിലേക്കുമൊക്കെ യാത്ര നടത്തി. ആ യാത്രകൾ പുതിയ നിർമ്മാണ യൂണിറ്റുകൾ, സാങ്കേതിക വിദ്യകൾ എന്നിവ നേടുന്നതിന് ബ്രിജ്മോഹനെ പ്രാപ്തനാക്കി. 1960 ആയപ്പോഴേക്കും ജർമ്മനിയിൽ നിന്നും ജപ്പാനിൽ നിന്നും സൈക്കിൾ ഘടകങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ആധുനിക യന്ത്രങ്ങളും ഉപകരണങ്ങളും അദ്ദേഹം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഇത് ഹീറോ സൈക്കിൾ നിർമ്മാണത്തെ പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചു. ഇന്ത്യൻ സൈക്കിളുകളുടെ രൂപഘടന തന്നെ മാറ്റി. 1961 റോക്ക്മാൻ സൈക്കിൾസ് ഇൻഡസ്ട്രി ലിമിറ്റഡ് സ്ഥാപിതമായി. ഇന്ന് സൈക്കിൾ ചെയിനുകളുടെയും ഹബ്ബുകളുടെയും ഏറ്റവും വലിയ നിർമ്മാതാവാണ് ഇത്. 1963 ഇന്ത്യയിൽ നിന്നുള്ള സൈക്കിൾ കയറ്റുമതിക്ക് ഹീറോ തുടക്കമിട്ട് അന്താരാഷ്ട്ര വിപണിയിലേക്ക് ഹീറോ സൈക്കിളുകൾ അങ്ങനെ ചേക്കേറി. 1968 മുഞ്ചലുകളുടെ മൂത്ത സഹോദരൻ ദയാനന്ദ് മരിച്ചപ്പോൾ ഒരു വലിയ ദുരന്തം മുഞ്ചലുകളുടെ കുടുംബത്തെ ബാധിച്ചു. ജ്യേഷ്ഠനെ നഷ്ടപ്പെട്ടിട്ടും ബാക്കിയുള്ളവർ ബിസിനസ് കൂടുതൽ ശക്തമാക്കാൻ കഠിനമായി പരിശ്രമിച്ചു. 70കളോടെ ഹീറോ സൈക്കിൾസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈക്കിൾ നിർമ്മാതാക്കളായി. 71 ഹീറോ സ്വന്തം റിം നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു. 1986 ലോകത്തിലെ ഏറ്റവും വലിയ സൈക്കിൾ കമ്പനിയായി ഹീറോ സൈക്കിൾസ് ഗിന്നസ് ബുക്കിൽ ഇടം നേടി. വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സർക്കാർ മോപ്പഡുകൾ നിർമ്മിക്കുന്നതിനുള്ള ലൈസൻസുകൾ നൽകി തുടങ്ങി. വിദേശയാത്രകളിൽ മോപ്പഡുകൾ കണ്ടിരുന്ന മുഞ്ചലിന് മോപ്പഡ് കമ്പനി തുടങ്ങുവാൻ ആഗ്രഹം തോന്നി. അങ്ങനെ ഹീറോ സൈക്കിൾസിന്റെ പുതിയ കാലഘട്ടത്തിലേക്കുള്ള പ്രവേശനം അവിടെ നിന്ന് ആരംഭിക്കുകയായിരുന്നു. 75 ഇരുചക്ര വാഹന വ്യവസായത്തിന്റെ ഇന്ത്യൻ വിപണിയിലെ ആവശ്യകത മനസ്സിലാക്കിയ ബ്രിജ്മോഹൻ ഹീറോ മജസ്റ്റിക് ഓട്ടോ ലിമിറ്റഡ് എന്ന ഒരു മോപ്പഡ് നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. നിർമ്മാണം ആരംഭിക്കുന്നതിനായി ഹീറോ ഫ്രഞ്ച് ഇരുചക്ര വാഹന കമ്പനിയായ ഫ്യൂഷോയുമായി സാങ്കേതിക സഹകരണത്തിനായി ചർച്ചകൾ നടത്തി. ചർച്ചകൾ പക്ഷേ പരാജയപ്പെട്ടു. അവിടെ പരാജയപ്പെടാതെ ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത ഫ്യൂഷോ മെഷീനുകളെ അടിസ്ഥാനമാക്കി ഹീറോ സ്വന്തമായി മോപ്പഡുകൾ നിർമ്മിക്കുവാൻ തുടങ്ങി. 78 ഹീറോ മജസ്റ്റിക് എന്ന ബ്രാൻഡിൽ 49cc മോപ്പഡ് ഹീറോ വിപണിയിലിറക്കി. 5 വർഷം കൊണ്ട് ഹീറോ മജസ്റ്റിക് വലിയ വിൽപ്പന നേടി. 83 ഇന്ത്യയിലെ മുൻനിര മോപ്പഡ് നിർമ്മാതാക്കളായി മജസ്റ്റിക് ഓട്ടോ ലിമിറ്റഡ് മോപ്പഡ് വിപണിയുടെ 35% പിടിച്ചെടുത്തു. 1980കളുടെ തുടക്കത്തിൽ ഹീറോ സൈക്കിൾസ് 1 ദശലക്ഷം സൈക്കിളുകളുടെ ഉൽപാദനം കടന്നു. കൂടാതെ ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിനായി ടെക്സ്റ്റൈൽ, സ്പിന്നിംഗ്, ഫിനാൻസ്, സ്റ്റീൽ തുടങ്ങിയ മേഖലകളിലേക്കും ബിസിനസ് വ്യാപിപ്പിച്ചു. ഹീറോയുടെ ചരിത്രം മാറ്റിമറിച്ച വളർച്ചയുടെ ഒരു തീരുമാനം നടന്നത് 84 ലായിരുന്നു.
സ്കൂട്ടർ വിപണിയിലേക്ക് കടക്കാൻ തീരുമാനിച്ച ബ്രിജ്മോഹന്റെ തീരുമാനമായിരുന്നു ഹീറോ സൈക്കിൾസിനെ മാറ്റിയെടുത്ത ആ തീരുമാനം. ജപ്പാനിലെ വലിയ ഓട്ടോ കമ്പനിയായ ഹോണ്ടയുമായി ഒരു കരാറിൽ ഒപ്പുവെച്ച് ഹീറോ സ്കൂട്ടർ വിപണിയിലേക്ക് കാലെടുത്തു വെച്ചു. ഈ സംരംഭം ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന കമ്പനിയെ സൃഷ്ടിക്കുക എന്ന ചരിത്രപരമായ തീരുമാനമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വിജയ സംരംഭങ്ങളിൽ ഒന്നായി ഇത് മാറി. ഹോണ്ടയുടെ കരാർ ഒരു സംയുക്ത സംരംഭമായിട്ടാണ് രൂപപ്പെടുത്തിയത്. ഹോണ്ട ജാപ്പനീസ് സാങ്കേതിക വിദ്യ കൊണ്ടുവരികയും ഹീറോ സ്വദേശി ഉപഭോക്താക്കളെയും വിപണിയെക്കുറിച്ചുള്ള ധാരണ സംഭാവന ചെയ്യുകയും ചെയ്യുക. ഉദിച്ചുയരുന്ന ചുവന്ന സൂര്യനെ കാൽക്കീഴിലാക്കിയ ഹീറോ ഒപ്പം അരികു ചേർന്ന ഹോണ്ട. ഹീറോ ഹോണ്ട എന്ന ബ്രാൻഡിന്റെ തുടക്കം ഇവിടെ നിന്ന് ആരംഭിക്കുകയായിരുന്നു. ഇന്ത്യൻ ഇരുചക്ര വാഹനത്തിന്റെ മുഖം മാറ്റിയെഴുതിയ ഹീറോ ഹോണ്ട 1985 കമ്പനി ഹരിയാനയിലെ ദരുഹര പ്ലാന്റിൽ വാണിജ്യ ഉൽപാദനം ആരംഭിച്ചു. ആദ്യ മോട്ടോർ സൈക്കിൾ CD100 85 വിപണിയിൽ അവതരിപ്പിച്ചു. CD100 വിപണിയിൽ ഒരു വലിയ ചലനം സൃഷ്ടിച്ച് മുന്നേറി. അതിന്റെ പരസ്യവാചകം ഇങ്ങനെയായിരുന്നു: ഫിൽ ഇറ്റ്, ഷട്ട് ഇറ്റ്, ഫോർഗെറ്റ് ഇറ്റ്. നിറയ്ക്കുക, അടയ്ക്കുക, മറക്കുക. 80 കിലോമീറ്റർ മൈലേജ് എന്ന മാജിക്കൽ സംഖ്യ കൊണ്ട് എല്ലാ ഉപഭോക്താക്കളെയും തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് CD100 മുന്നേറി. അതിന്റെ പരസ്യത്തിൽ മോഡലായത് ബോളിവുഡ് നടൻ സൽമാൻ ഖാനാണ്. പണ്ട് ദൂരദർശനിൽ ആ പരസ്യം കണ്ടവർക്ക് ഓർമ്മയുണ്ട്. സൽമാനും മറ്റൊരു മോഡലും CD100 നഗരത്തിലൂടെ ചുറ്റിക്കറങ്ങി പെൺകുട്ടികളെ ആകർഷിക്കുന്നു. CD100 പുകഴ്ത്തി പാടിക്കൊണ്ടായിരുന്നു യാത്ര. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ബൈക്ക്, ഒരു നോട്ടം മാത്രം മതി, സൽമാൻ പറയുന്നു. അടുത്ത മോഡൽ: ഞാൻ ഇത് ഓടിക്കുന്നു, എനിക്കിതിൽ അഭിമാനമുണ്ട്. ഹീറോ ഹോണ്ട, വാട്ട് എ ബൈക്ക്, 80 കിലോമീറ്റർ മൈലേജ്. പെട്ടെന്ന് തന്നെ CD100 ഇന്ത്യൻ കുടുംബങ്ങളിലെ ഒരംഗമായി മാറി. 87 ഹീറോ ഹോണ്ട 1,00,000 മോട്ടോർ സൈക്കിളുകൾ നിർമ്മിച്ചു. ഈ വളർച്ച ഇന്ത്യൻ ഓട്ടോമോട്ടീവ് മേഖലയിൽ ബ്രിജ്മോഹൻ മുഞ്ചലിനെ ഒരു പയനിയറായി സ്ഥാപിച്ചു. 85 തന്നെ ഷോക്ക് ഓബ്സറുകൾ നിർമ്മിക്കുന്നതിനായി മുഞ്ചൽ ഷോമ ലിമിറ്റഡ് സ്ഥാപിതമായി. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 2 ഷോക്ക് ഓബ്സർ നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ് ഇത്. ഹീറോ ഹോണ്ട നിർമ്മിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ബ്രിജ്മോഹൻലാൽ മുഞ്ചലിന്റെ മൂത്ത മകൻ രമൻകാന്ത് മുഞ്ചൽ 1991 ജൂണിൽ മരിച്ചു. പെട്ടെന്നുള്ള ഈ മരണം ബ്രിജ്മോഹൻ മുഞ്ചലിനെയും കുടുംബത്തെയും ഉലച്ചുകളഞ്ഞ ഒന്നായിരുന്നു. വളരെ സാവധാനമാണ് അദ്ദേഹം അതിൽ നിന്ന് പടികയറിയത്. 94 CD100 പിൻഗാമിയായി സ്പ്ലെൻഡർ എന്ന ഇന്ത്യയുടെ ചരിത്ര ബൈക്ക് എത്തി. 2001 ഹീറോ ഹോണ്ട ബജാജിനെ മറികടന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായി മാറി. 2007-2008 വർഷത്തിൽ കമ്പനി ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ 5 ലക്ഷം യൂണിറ്റുകളുടെ സ്ഥാപിത ശേഷിയുള്ള മൂന്നാമത്തെ പ്ലാന്റ് കമ്മീഷൻ ചെയ്തു. 2006 ഹീറോ 100cc പ്ലഷർ സ്കൂട്ടറുകളുമായി മറ്റൊരു തരത്തിൽ വിപണിയിലെത്തി. അത് ഹോണ്ട ഇല്ലാതെയായിരുന്നു. ഹീറോ ഹോണ്ടയുടെ പിളർപ്പിലേക്കുള്ള സൂചനകൾ നൽകിയായിരുന്നു ഇത്. ഹീറോയും ഹോണ്ടയും തമ്മിൽ ചെറിയൊരു അകൽച്ചയുണ്ടായിരുന്നു. കാരണം ഹോണ്ട ഇന്ത്യയിൽ 4 വീലർ ഓട്ടോ ഇൻഡസ്ട്രിയിലേക്ക് കടന്നപ്പോൾ അവർ ഹീറോയെ കൂട്ടിയില്ല. പകരം ശ്രീറാമിനെയാണ് കൂട്ടുപിടിച്ചത്. 2009 സ്പ്ലെൻഡർ 1 കോടി പതിപ്പ് ഇറക്കി. 2010 കുടുംബം 4 ഭാഗങ്ങളായി വിഭജിച്ചു. ഓരോ കുടുംബത്തിനും അവർ കൈകാര്യം ചെയ്തു വന്നിരുന്ന ബിസിനസിന്റെ ഉടമസ്ഥാവകാശം ലഭിക്കുന്ന തരത്തിൽ ക്രോസ് ഹോൾഡിംഗുകൾ പുനഃക്രമീകരിച്ചു. ബ്രിജ്മോഹൻലാൽ മുഞ്ചലിന്റെ കുടുംബത്തിന് ഹീറോ ഹോണ്ട മോട്ടോഴ്സിൽ 26% ഓഹരി ലഭിച്ചു. ഓംപ്രകാശിന്റെ മക്കൾക്ക് ഹീറോ സൈക്കിൾസിന്റെ നിയന്ത്രണവും സത്യാനന്ദ് മുഞ്ചലിന്റെ മകന് മജസ്റ്റിക് ഓട്ടോയും ഹൈവേ സൈക്കിൾസും മുഞ്ചൽ ഓട്ടോ, മുഞ്ചൽ ഷോവ എന്നിവ ലഭിച്ചു. പരേതനായ ദയാനന്ദ് മുഞ്ചലിന്റെ മകൾക്ക് സൺബീം ഓട്ടോ, ഹീറോ എക്സ്പോർട്സ് എന്നിവ ലഭിച്ചു. 2010 ആയപ്പോഴേക്കും അന്താരാഷ്ട്ര വിപണിയിലേക്ക് കടന്നുകയറാൻ ബ്രിജ്മോഹൻ മുഞ്ചലിന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാലും ഹോണ്ടയുമായുള്ള നിലവിലെ സഖ്യം അതിനൊരു വെല്ലുവിളിയായിരുന്നു. കാരണം ഹീറോ തുടങ്ങാൻ ലക്ഷ്യമിട്ടിരുന്ന രാജ്യങ്ങളിൽ ഹോണ്ടയ്ക്ക് വലിയ സാന്നിധ്യമുണ്ടായിരുന്നു. 2010 27 വർഷം നീണ്ടുനിന്ന ആ വലിയ കൂട്ടുകെട്ട് അവസാനിച്ചു. കൂട്ടുകെട്ട് പിരിയുന്നതിന് മറ്റൊരു പ്രധാന കാര്യം കൂടി ഉണ്ടായിരുന്നു. 27 വർഷം ഒന്നിച്ചു നിന്നിട്ടും ഹോണ്ട ഒരിക്കലും അവരുടെ സാങ്കേതിക വിദ്യ ഹീറോയ്ക്ക് കൈമാറാൻ തയ്യാറായിരുന്നില്ല. ഈ കൂട്ടുകെട്ട് അവസാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ ഹീറോയ്ക്ക് വലിയൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. ഹോണ്ടയുടെ എഞ്ചിൻ സപ്പോർട്ട് ഇല്ല എന്നത്. ഇത് വിപണിയിൽ വലിയ പ്രശ്നം തീർക്കുമെന്ന ഹീറോയും അതുപോലെ ഇന്ത്യൻ വാഹന ലോകവും കണക്കുകൂട്ടി. കാരണം ഇത്തരം വലിയ പിരിയലുകൾ ഒരു കമ്പനിയുടെ തകർച്ചയ്ക്ക് തന്നെയാണ് ഇന്ത്യൻ വിപണി നേരത്തെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. കൈനറ്റിക് ഹോണ്ട പിരിഞ്ഞപ്പോൾ കൈനറ്റിക് പിന്നീട് വിപണി കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ മറ്റൊന്ന് നടന്നു. ഹോണ്ടയെ പിരിഞ്ഞ് വിപണിയിലേക്ക് ഇറങ്ങിയ ഹീറോ വൻ കുതിപ്പ് തന്നെ വിപണിയിൽ നടത്തി. ഹോണ്ടയുടെ കയ്യിലുണ്ടായിരുന്ന ഓഹരികൾ ഹീറോ വാങ്ങി. 2014 ജൂൺ വരെ ഹീറോ ഹോണ്ട ബ്രാൻഡ് ഉപയോഗിക്കുന്നതിനുള്ള ഓപ്ഷൻ
ബ്രിജ്മോഹൻ മുഞ്ചലിന് ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം എത്രയും വേഗം ഹോണ്ട എന്നുള്ള പേര് ഹീറോയിൽ നിന്നും മുറിച്ചു കളഞ്ഞു. പുതുക്കൽ പദ്ധതികൾ വേഗത്തിലാക്കി യജ്ഞം എന്ന പേരിൽ ഒരു റാപ്പിഡ് ആക്ഷൻ തന്നെ മുഞ്ചൽ കമ്പനിയിൽ നടത്തി. 2011 തന്നെ ഹീറോ പുതിയ ലോഗോയിൽ വിപണിയിൽ പ്രവേശിച്ചു. പ്രശസ്ത ബ്രിട്ടീഷ് ഡിസൈൻ ഗ്രൂപ്പായ വോൾഫ് ഓലിൻസിനായിരുന്നു ഡിസൈൻ ചുമതല. ഹീറോയുടെ പുതിയ ഡിസൈൻ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരത്തിൽ അവതരിപ്പിച്ചു. ഹമ്മേ ഹേ ഹീറോ ഇങ്ങനെ ഒരു ടാഗ് ലൈൻ കൂടി അവതരിപ്പിച്ചുകൊണ്ട് ഹീറോ പുതിയ രൂപത്തിൽ വിപണിയിൽ പ്രവേശിച്ചു. നമ്മളിൽ തന്നെ ഒരു നായകൻ ജീവിക്കുന്നു. AR റഹ്മാൻ മ്യൂസിക് നൽകിയ ആ പരസ്യ ജിംഗിൾ ഇന്നും പ്രശസ്തമാണ്. 92കാരനായ ബ്രിജ്മോഹൻലാൽ മുഞ്ചൽ 2015 ജൂലൈയിൽ തന്റെ മൂത്ത മകൻ പവൻ മുഞ്ചലിന് ചുമതലകൾ കൈമാറി. കമ്പനിയുടെ ചെയർമാൻ എമരിറ്റസ് ആകാൻ അദ്ദേഹം തീരുമാനിച്ചു. പവൻ മുഞ്ചലാണ് ഇപ്പോൾ ഹീറോ കമ്പനിയുടെ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഡയറക്ടറും. ചെറിയൊരു അസുഖത്തെ തുടർന്ന് 2015 നവംബർ 1 ബ്രിജ്മോഹൻലാൽ മുഞ്ചൽ അന്തരിച്ചു. മരണത്തിന് തലേ ദിവസം വരെ കമ്പനിയിലെത്തി ജോലികളിൽ മുഴുകിയിരുന്ന 92 വയസ്സുകാരൻ. മുഞ്ചൽ ഗ്രൂപ്പിന്റെ സ്ഥാപക അംഗങ്ങളായ മുഞ്ചൽ ബ്രദേഴ്സും ഒരു വർഷത്തിനുള്ളിൽ മരണത്തിലേക്ക് നീങ്ങി. OP മുഞ്ചൽ 2015 ഓഗസ്റ്റ് 13 സത്യാനന്ദ് മുഞ്ചൽ 2016 ഏപ്രിലും അന്തരിച്ചു. PhD, AICMA, CII, SIAM തുടങ്ങിയവയിൽ ബ്രിജ്മോഹൻലാൽ മുഞ്ചൽ നേതൃസ്ഥാനം വഹിച്ചു. വ്യവസായത്തിനും സമൂഹത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ മാനിച്ച് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതികളായ പത്മഭൂഷൺ 2005 പത്മവിഭൂഷൺ 2010 നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. മുഞ്ചൽ പടുത്തുയർത്തിയ സാമ്രാജ്യം പുതിയ തലമുറ ഒട്ടും തളരാതെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. ബിസിനസ് വളർച്ചകൾക്കിടയിലും ലുധിയാന എന്ന നഗരത്തോടുള്ള പ്രത്യേക വാത്സല്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ലുധിയാനയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തോട് കടപ്പെട്ടിരിക്കുന്നു. ലുധിയാന ഫ്ലൈയിംഗ് ക്ലബ് അദ്ദേഹത്തിന്റെ മറ്റൊരു ആശയമായിരുന്നു. ദയാനന്ദ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലായിരുന്നു അദ്ദേഹം ലുധിയാനയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജുകളിൽ ഒന്നായി ഇത് വിലയിരുത്തപ്പെടുന്നു. 2001 ഹീറോ CMC ഹാർട്ട് സെന്റർ സ്ഥാപിതമായി. CSR ഫണ്ടുകൾ ചിലവഴിക്കാൻ ഒരു നിർബന്ധവും ഇല്ലാതിരുന്ന കാലത്താണ് ഇത്രയധികം സംഭാവനകൾ സ്വന്തം നാടിന് നൽകിയത്. ഏത് തകർച്ചയിലും കഷ്ടപ്പാടിൽ നിന്നും വലിയ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്താമെന്ന വലിയ മാതൃകയാണ് ബ്രിജ്മോഹൻലാൽ മുഞ്ചൽ എന്ന വലിയ മനുഷ്യന്റെ ജീവിതം.